ജപ്പാനിലെ ടോക്കിയോയിലുള്ളൊരു കമ്പനീൻ്റെ പേര് കേട്ടാൽ അധികം ആൾക്കാർക്കും ഭയമാണ്. ഈ കമ്പനി ലോകമൊട്ടാകെ 36ഓളം രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 35,000-ത്തിലും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ഈ കമ്പനീൻ്റെ ഒരു വർഷത്തെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് $10 ബില്യൺ ആണ്. കമ്പനീൻ്റെ പേര് അജിനോമോട്ടോ എന്നാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ അജിനോമോട്ടോ എന്നുള്ള പേര് കേൾക്കുമ്പം എന്തുകൊണ്ടാണ് അധിക പേർക്കും പേടി ഉണ്ടാവുന്നത്, അജിനോമോട്ടോ കഴിച്ചാൽ നമുക്ക് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്, നിങ്ങൾക്ക് അജിനോമോട്ടോയിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാം, ഇതെല്ലാം നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ആദ്യമായി അജിനോമോട്ടോ എന്താണെന്ന് പറയാം. അജിനോമോട്ടോ മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞ ഒരു കെമിക്കലാണ്. ഇത് ആദ്യമായി കണ്ടുപിടിച്ചതും നിർമ്മിക്കാൻ തുടങ്ങിയതും 113 കൊല്ലങ്ങൾക്ക് മുമ്പെയാണ്. മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞാൽ സോഡിയവും ഗ്ലൂട്ടാമേറ്റും അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ട്. സോഡിയം എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിക്ക് അത്യാവശ്യം വേണ്ട ഒരു മിനറലാണ്. സോഡിയം കൂടാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. നമ്മൾ കഴിക്കുന്ന ഉപ്പിൻ്റെ മെയിൻ കണ്ടൻറ്റ് സോഡിയമാണ്. സോഡിയം കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കൂടുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതുമാണ്. ഇനി ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടാമിക് ആസിഡാണ്, അതായത് ഒരു തരത്തിലുള്ള അമിനോ ആസിഡ്. അമിനോ ആസിഡ് എന്ന് പറഞ്ഞാലോ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയും. പ്രോട്ടീനെ കുറിച്ചും അമിനോ ആസിഡ്സിനെ കുറിച്ചും നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും കാണുക. ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞ അമിനോ ആസിഡ് നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും, വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിലും എല്ലാത്തിലും നല്ല രീതിയിൽ വരുന്നുണ്ട്. ഗ്ലൂട്ടാമേറ്റ് ഒരു തരത്തിൽ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡാണ്, അതായത് നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടണമെന്നില്ല, നമ്മളുടെ ബോഡിയിൽ തന്നെ നിർമ്മിക്കാൻ കഴിവുള്ള ഒരു അമിനോ ആസിഡാണ്. ഗ്ലൂട്ടാമേറ്റ് നമ്മളുടെ ബോഡിയിൽ ഭക്ഷണത്തിൻ്റെ ഡൈജഷനും മസിലിൻ്റെ ഫങ്ഷനും ഇമ്മ്യൂണിറ്റിയിലും വലിയൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ഗ്ലൂട്ടാമേറ്റ് നമ്മളുടെ ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും ഓരോരോ ന്യൂറോൺസിൻ്റെയും ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. കാരണം ഗ്ലൂട്ടാമേറ്റ് ഒരു തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററാന്ന് പറയാം. ഒരു ന്യൂറോൺ, അതായത് ഒരു നെർവ് സെല്ലിൽ നിന്നും മറ്റേ നെർവ് സെല്ലിലേക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽ പോകണമെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യണം. നമ്മളുടെ നെർവസ് സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ നിർമ്മിക്കാനും ഗ്ലൂട്ടാമേറ്റ് അത്യാവശ്യമാണ്. നമ്മളുടെ ബോഡിയിൽ ഇത്രയൊക്കെ ചെയ്യുന്ന ഗ്ലൂട്ടാമേറ്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും വരുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. നമ്മൾ കഴിക്കുന്ന ഒട്ടുമിക്ക എല്ലാ ഭക്ഷണത്തിലും ഒരു പ്രത്യേക തരം സ്വാദ് ഗ്ലൂട്ടാമേറ്റ് കാരണമാണ് നമുക്ക് കിട്ടുന്നത്. മെയിനായിട്ടും നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിലും, തക്കാളിയിലും, ചീസിലും, മഷ്റൂമിലും സൂപ്പ് കുടിക്കുമ്പോൾ കിട്ടുന്ന ആ പ്രത്യേക സ്വാദൊക്കെ ഗ്ലൂട്ടാമേറ്റ് കാരണമാണ്. ഈ പ്രത്യേക ടേസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് 1908 ജാപ്പനീസ് കെമിസ്റ്റായിട്ടുള്ള ഡോക്ടർ ഇക്കേദ കിക്കുനായി ഒരു തരത്തിലുള്ള സൂപ്പിൽ നിന്നും മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റ് നിർമ്മിക്കുന്നത്. ആ കാലത്ത് ഈ ടേസ്റ്റിനിട്ട പേരാണ് ഉമാമി എന്നുള്ളത്. ഇതിന് ഇംഗ്ലീഷിൽ സാവറി എന്നും പറയാറുണ്ട്. 114 കൊല്ലങ്ങൾക്ക് ശേഷം ഉമാമി എന്ന് പറയുന്ന ടേസ്റ്റ് മനുഷ്യന്മാരുടെ 5 ബേസിക് ടേസ്റ്റിൽ ഒരെണ്ണമായി മാറിക്കഴിഞ്ഞു. ബാക്കിയുള്ള 4 ടേസ്റ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് സ്വീറ്റാണ്, പിന്നെ ഒന്ന് സോൾട്ടാണ്, പിന്നെ ഒന്ന് ബിറ്റർ, അതായത് കയ്പും, പിന്നെ ഒന്ന് പുളി രസവുമാണ്, സോർ എന്ന് പറയും. ഉമാമി എന്ന് പറയുന്ന സ്വാദ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം ഫെർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോട്ടീനിൽ നിന്നും ബ്രേക്ക് ഡൗൺ ആയിട്ട് ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന അമിനോ ആസിഡ് റിലീസ് ചെയ്യുന്ന സമയത്താണ് ഉണ്ടാവുന്നത്. സൂപ്പിൽ നിന്നും കിട്ടുന്ന ഗ്ലൂട്ടാമേറ്റിൻ്റെ കൂടെ അന്നത്തെ കാലത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന സോഡിയം, ഇത് രണ്ടും കൂടിയും കൂട്ടി യോജിച്ചപ്പോഴാണ് മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റ് ജനിച്ചത്. ഇങ്ങനെ നിർമ്മിക്കുന്ന മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റ് ഏത് ഭക്ഷണത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ആ ഭക്ഷണത്തിൽ ഉമാമി എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള ടേസ്റ്റ് കിട്ടും. അങ്ങനെയാണ് മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റ് അജിനോമോട്ടോ എന്ന് പറയുന്ന കമ്പനി ഫേമസ് ആക്കിയതും ഇത്ര സക്സസ്ഫുള്ളായി മാറിയതും. 1930കളൊക്കെ ആകുമ്പോഴത്തേക്കും ഏഷ്യയിലുള്ള ഒട്ടുമിക്ക എല്ലാ അടുക്കളയിലും മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റ് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിരുന്നു. പല രാജ്യങ്ങളിലും MSGനെ ചൈന സോൾട്ട് എന്നാണ് പറയാറ്. അവിടെ നിന്നും പിന്നെ അത് മെല്ലെ മെല്ലെ കമേഴ്ഷ്യൽ ഫുഡ് പ്രൊഡക്ട്സിലേക്കും എത്തിത്തുടങ്ങി. ഇപ്പം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ബേക്കറിയിൽ നിന്നും വാങ്ങിക്കുന്ന ഭക്ഷണത്തിലും ഹോട്ടലത്തെ ഫുഡിലും എല്ലാ ഭക്ഷണത്തിലും MSG അഥവാ അജിനോമോട്ടോ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി. ഇനി പറയാനുള്ളത് ചൈനീസ് റെസ്റ്റോറൻറ്റ് സിൻഡ്രോത്തിനെ കുറിച്ചാണ്. 1968 US-ലുള്ളൊരു ഡോക്ടർ റോബർട്ട് കോക്ക് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം കഴിച്ചതിന് ശേഷം പെട്ടെന്ന് സുഖമില്ലാണ്ടായി. ഈ ഡോക്ടറിന് തലവേദനയും നെഞ്ചെടുപ്പ് കൂടുതലായിട്ട് അറിയുന്നൊരു അവസ്ഥയും, നെഞ്ചുവേദന, കഴുത്തിൻ്റെ ബാക്കിൽ ഒരു കത്തുന്ന പോലത്തെ സെൻസേഷൻ ഉണ്ടാവുക, കയ്യിലും നെഞ്ചത്തുമൊക്കെ ബ്ലിസ്റ്റേഴ്സ് പോലെ പൊന്തി വരിക. ഈ ഡോക്ടർ ഇതെല്ലാം
ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിച്ച ഭക്ഷണത്തിൽ ആഡ് ചെയ്തിട്ടുള്ള മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആണോ കാരണം എന്ന് ചോദിച്ചുകൊണ്ട് അന്നത്തെ കാലത്ത് പ്രസിദ്ധമായിട്ടുള്ള ഒരു മെഡിക്കൽ ജേർണലിലേക്ക് ഒരു കത്ത് എഴുതി. ഈ കത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് പറയുകയാണെങ്കിൽ വൈറലായി മാറി. ന്യൂസ് മീഡിയയും ജേർണലിസ്റ്റും സാധാരണക്കാർക്കും ആ സമയത്താണ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവുമോ എന്ന് അറിയാനുള്ള ഉത്കണ്ഠ ഉണ്ടാക്കിയത്. മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് കണ്ടുപിടിച്ച് ഏകദേശം 60 കൊല്ലത്തോളം ഇതിനെക്കുറിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ, ടോക്സിസിറ്റി ഉണ്ടാവുമോ എന്ന തരത്തിലുള്ള സ്റ്റഡീസ് ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം ഇഷ്ടം പോലെ സ്റ്റഡീസ് വന്നു. ഇനി അത്തരത്തിലുള്ള കുറച്ച് സ്റ്റഡീസിനെ കുറിച്ച് പറയാം. 1969 കുറച്ച് എലികളിൽ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ഇഞ്ചെക്ട് ചെയ്ത സമയത്ത് അവർക്ക് സിവിയർ റെറ്റിനൽ ഡാമേജും ബ്രെയിൻ ഡാമേജും ഉണ്ടാവുമെന്ന് കണ്ടെത്തി. മറ്റു ചില സ്റ്റഡീസ് പറഞ്ഞത് കൂടുതൽ MSG കഴിക്കുന്നതിനനുസരിച്ച് ആൽസിമേഴ്സ് പോലത്തെ അസുഖം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ്. പക്ഷേ പിന്നീട് ഈ 2 പഠനങ്ങളും തെറ്റായിരുന്നു. ഈ 2 കണ്ടീഷൻസും ഉണ്ടാവുന്നത് നമ്മളുടെ ബോഡിയിലുള്ള ഗ്ലൂട്ടാമേറ്റ് എന്നുള്ള അമിനോ ആസിഡിൻ്റെ ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ടാണെന്നും പുറമേ നിന്നും നമ്മൾ കഴിക്കുന്ന മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് കാരണമല്ല എന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇനി മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇത്തരത്തിൽ 100-ൽ കൂടുതൽ സ്റ്റഡീസ് ചെയ്തിട്ടുണ്ട്. ചിലത് പ്രീ ക്ലിനിക്കൽ ട്രയൽസാണ്, ചിലത് ക്ലിനിക്കൽ ട്രയൽസാണ്. ഇതിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഒബീസിറ്റിയാണ്, പൊണ്ണത്തടി ഉണ്ടാവാം. ചൈനീസ് റെസ്റ്റോറൻറ്റ് സിൻഡ്രോമത്തിലുള്ള പോലെ ചില ആൾക്കാർക്ക് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റിനോട് കുറച്ച് കൂടുതൽ സെൻസിറ്റിവിറ്റി ഉണ്ടാവും. അലർജി പോലത്തെ പ്രശ്നങ്ങൾ, അവർക്ക് ഹെഡ് ഏക്കും ചെസ്റ്റ് പെയിനും പാൽപിറ്റേഷൻസ്, അതായത് നെഞ്ചെടുപ്പ് കൂടുതലായിട്ട് അറിയുന്ന പ്രശ്നങ്ങളുണ്ടാവാം. നോസിയ ഉണ്ടാവാം, വൊമിറ്റിംഗ് ഉണ്ടാവാം. ചില പ്രീ ക്ലിനിക്കൽ ട്രയൽസ് ചെയ്തിട്ട് അവർ പറയുന്നത് MSGയും കാർഡിയോടോക്സിസിറ്റി, ഹെപ്പറ്റോടോക്സിസിറ്റി, അതായത് ലിവറിൻ്റെ പ്രശ്നങ്ങൾ, ലിവറിൽ ടോക്സിസിറ്റി ഉണ്ടാവുന്നത്, ന്യൂറോടോക്സിസിറ്റി, നെർവസ് സിസ്റ്റത്തിൽ ടോക്സിസിറ്റി ഉണ്ടാവാം, ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ, മെറ്റബോളിക് ഇംബാലൻസ് ഉണ്ടാവാം. ക്യാൻസറിൻ്റെ തൊട്ട് മുമ്പേയുള്ള പ്രീ മാലിഗ്നൻറ്റ് കണ്ടീഷൻസും ബിഹേവിയറൽ ചേഞ്ചസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടും തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് കഴിച്ചതുകൊണ്ട് ഡയറക്റ്റ്ലി ഈ പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ടാവാമെന്ന്, അതായത് ഡയറക്റ്റ് കോസ് ആണെന്നുള്ളത് അത്തരത്തിലുള്ള ഫൈൻഡിങ്സ് ഒരു സ്റ്റഡിയിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ മറ്റ് സ്റ്റഡീസിൽ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും തമ്മിൽ ലിങ്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞ വൈറ്റ് ബ്ലഡ് സെൽസിൽ ജീനോടോക്സിക് ഇഫക്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മളുടെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിനെ മാറ്റാനും അത് കാരണം നമ്മളുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാനും ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പുരുഷന്മാരിലും സ്ത്രീകളിലും ഉള്ള റിപ്രൊഡക്റ്റീവ് ഓർഗൻസിലും MSG കാരണം എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഗർഭസ്ഥ ശിശുവിൻ്റെ ന്യൂറൽ ഡെവലപ്മെൻറ്റിലും MSGക്ക് എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടോ എന്ന് നോക്കുന്ന തരത്തിലുള്ള സ്റ്റഡീസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി MSGനെ കുറിച്ച് പറയാനുള്ള കുറച്ച് കോൺട്രവേഴ്സീസ് ആണ്. MSG ഫാക്ടറിയിൽ നിർമ്മിച്ചു തുടങ്ങിയ സമയം തന്നെ അതിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ ചില പാമ്പുകളിൽ സെർപ്പൻസിൽ നിന്നാണ് വരുന്നതെന്നുള്ള തരത്തിൽ കുറേ ന്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് അങ്ങനെയല്ല, വിനീഗറും യോഗട്ടും തൈരും ഒക്കെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നത് പോലെ സ്റ്റാർച്ചിൻ്റെ ഫെർമെൻറ്റേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഫാക്ടറിയിൽ MSG ഉണ്ടാക്കുന്നത്. 1996 US FDA മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അവർ തന്നെ സ്റ്റഡീസ് നടത്തിയിട്ടില്ല. പക്ഷേ അവർ ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സൊസൈറ്റി ഫോർ എക്സ്പെരിമെൻ്റൽ ബയോളജി, അത് US ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ്, അവരെടുത്ത് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റിൻ്റെ സേഫ്റ്റിനെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞ സമയത്ത് ഇവർ കണ്ടുപിടിച്ചത് 3 ഗ്രാം പെർ ഡേ അതിലും കൂടുതൽ എമൗണ്ടിൽ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ഭക്ഷണത്തിലല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ സിംറ്റംസ് ഉണ്ടാവാം, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാമെന്ന് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ചൈനീസ് റെസ്റ്റോറൻറ്റ് സിൻഡ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള സിംറ്റംസ് ഒക്കെയാണ് ഇവർ ഇത്രയും കൂടുതൽ ഡോസിൽ MSG കഴിച്ചു കഴിഞ്ഞാൽ വരാമെന്ന് പറയുന്നത്. പക്ഷേ സാധാരണ രീതിയിൽ അധികം ആൾക്കാരും ഭക്ഷണത്തിൽ MSG കഴിക്കുന്നതിൻ്റെ അളവെന്ന് പറയുന്നത് 0.55 ഗ്രാംസ് ആണ്. FASEB പറയുന്നത് നമ്മൾ ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഗ്ലൂട്ടാമേറ്റ് 13 ഗ്രാമിലും കൂടുതലുണ്ടാകും ഓരോ ദിവസം. അതുകൊണ്ട് തന്നെ FASEB MSG കഴിക്കുന്നത് സേഫ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം പബ്മെഡിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള ഇൻഡിവിജ്വൽ റിസർച്ചേഴ്സും സയൻറ്റിസ്റ്റും നടത്തിയിട്ടുള്ള പഠനങ്ങളിലൊക്കെ MSG കാരണം ടോക്സിസിറ്റി ഉണ്ടാവുകയെന്ന് തന്നെയാണ് പറയുന്നത്. അതിന് നമ്മൾ കഴിക്കുന്ന 0.5 ഗ്രാം പോലും വേണമെന്നില്ല, 0.3 ഗ്രാം മുതൽ 1 ഗ്രാമിൻ്റെ ഉള്ളിൽ എത്ര കുറഞ്ഞ ഡോസ് ആണെങ്കിലും അതിനെക്കൊണ്ട് നമ്മളുടെ ഹ്യൂമൻ ബോഡിയിൽ ടോക്സിക് ഇഫക്ട്സ് ഉണ്ടാവാമെന്ന് പറയുന്നുണ്ട്.
അജിനോമോട്ടോനെ കുറിച്ച് മറ്റു പല ആൾക്കാർക്കും അറിയേണ്ട ഒരു കാര്യം MSGയിൽ സോഡിയം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പിന് പകരം, പ്രത്യേകിച്ചും പ്രഷർ കൂടുതലുള്ള രോഗികൾക്കും പ്രമേഹ രോഗികൾക്കും ഉപ്പിന് പകരം ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. MSGയിൽ നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപ്പിലുള്ളതിൻ്റെ 1/3 മാത്രമേ സോഡിയം കണ്ടൻ്റ് ഉള്ളൂ. പക്ഷേ അതിൻ്റെ അർത്ഥം നമുക്ക് MSG ഉപ്പിന് പകരം ഉപയോഗിക്കാമെന്നല്ല. MSGയിൽ സോഡിയത്തിന് പുറമെ ഗ്ലൂട്ടാമേറ്റും കൂടി വരുന്നുണ്ട്. ഗ്ലൂട്ടാമേറ്റ് എക്സ്റ്റേണലി കഴിക്കുമ്പോൾ ഈ ഒരു കോമ്പിനേഷനാണ് ഇങ്ങനത്തെ ടോക്സിക് ഇഫക്ട്സ് ഉണ്ടാക്കാൻ കഴിവുള്ളതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഉപ്പിന് പകരം ആരും MSG ഉപയോഗിക്കരുത്. അവസാനമായി ഈ ടോപ്പിക്കിൻ്റെ കൺക്ലൂഷനിലേക്ക് വരാം. ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ സ്റ്റഡീസും ഉയർന്ന ഡോസിലുള്ള MSG അഥവാ അജിനോമോട്ടോ കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് ഇഫക്ട്സ് എന്തൊക്കെ വരാമെന്നാണ് നോക്കിയിട്ടുള്ളത്. പക്ഷേ എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണത്തിൽ കിട്ടുന്നത് MSGൻ്റെ ചെറിയ ഡോസാണ്. അങ്ങനെ കുറേ ദിവസം, കുറേ കാലം, കുറേ വർഷങ്ങളോളം ചെറിയ ഡോസിൽ MSG കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ടോക്സിക് ഇഫക്ട്സ് ഉണ്ടാവാമെന്നുള്ള രീതിയിലുള്ള സ്റ്റഡീസ് ഇനിയും നടത്തിയിട്ടില്ല. മലയാളികൾക്കും അജിനോമോട്ടോൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ അജിനോമോട്ടോ ഭക്ഷണം പാകം ചെയ്യാൻ വീട്ടിൽ വാങ്ങിച്ചു വെക്കാറില്ല. പക്ഷേ നമ്മൾ അജിനോമോട്ടോ അടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള ഭക്ഷണം പുറത്തു നിന്നും വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അത് നൂഡിൽസിലുണ്ട്, ചീസിലുണ്ട്, സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുന്ന റെഡി ടു ഈറ്റ് ഫുഡിലും, ഫ്രോസൺ ഫുഡിലും, ബേക്കറി ഐറ്റംസിലും, കാൻഡ് ഫുഡിലും, സോസിലും എല്ലാത്തിലും MSG അടങ്ങിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾ ഏതൊക്കെ സമയം പുറത്തു നിന്നും, ഹോട്ടലിൽ നിന്നോ റെസ്റ്റോറൻറ്റിൽ നിന്നോ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുമ്പോഴോ, ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുമ്പോഴോ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ MSG കഴിക്കുന്നുണ്ട്. കാരണം എല്ലാ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും അവർ MSG ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ MSG ഉപയോഗിക്കുന്നുണ്ട്. US-ലും യൂറോപ്പിലൊക്കെ MSG അടങ്ങിയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നതിന് മുമ്പേ അത് കൃത്യമായി ലേബിൾ ചെയ്യണം എന്നുള്ള രീതിയിൽ റെഗുലേഷൻസ് ഉണ്ട്. ചില ഭക്ഷണത്തിൽ നാച്ചുറലി ഗ്ലൂട്ടാമേറ്റ് അടങ്ങിയിട്ടുമുണ്ട്. അത്തരത്തിലുള്ള ഭക്ഷണത്തിൽ പോലും MSG ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യണം. പക്ഷേ ഹോട്ടലുകൾക്കോ റെസ്റ്റോറൻറ്റ്സിനോ ബേക്കറിയിൽ നിന്നും ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലൊന്നും ഇങ്ങനെ ലേബിൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്നെ സംബന്ധിച്ചോളം ഇത്രയും സ്റ്റഡീസൊക്കെ മതി MSG അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫാസ്റ്റ് ഫുഡ് പുറത്തുനിന്നും വാങ്ങിച്ച് കഴിക്കാത്തതും, ബേക്കറിയിൽ നിന്നുള്ള ഭക്ഷണം വാങ്ങിക്കാത്തതും, കഴിക്കാത്തതും, കൊടുക്കാത്തതും. ഇന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കും തീരുമാനിക്കാം അജിനോമോട്ടോ അടങ്ങിയിട്ടുള്ള ഭക്ഷണം വാങ്ങണോ കഴിക്കണോ എന്നുള്ളത്. അത് നിങ്ങളുടെ എല്ലാവരുടെയും പേഴ്സണൽ ഡിസിഷനാണ്. ഇനി എനിക്കറിയേണ്ടത്, നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ നിങ്ങൾ എന്തൊക്കെയാണ് ആഡ് ചെയ്യാറ്? ആ കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മോണോ സോഡിയം ഗ്ലൂട്ടമേറ്റ് അഥവാ അജിനോമോട്ടോയിൽ സോഡിയം അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കഴിക്കുന്ന ഒട്ടുമിക്ക എല്ലാ ഭക്ഷണത്തിലും സോഡിയം വരുന്നുണ്ട്. ഈ വിഷയത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ കാണുക. ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുള്ള ഹെൽത്തി ഫുഡിനെ കുറിച്ചുള്ള എല്ലാ വീഡിയോസും ഈ പ്ലേലിസ്റ്റുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.